ഈ സമരം എന്തുകൊണ്ടാണ് ഇവിടുത്തെ ഇടതുപക്ഷക്കാർ ശ്രദ്ധിക്കാത്തതെന്ന് എനിക്ക് അത്ഭുതം തോന്നുന്നു. കാരണം അവർക്ക് കേരളത്തിന് പുറത്ത് ഇന്ത്യ ബ്ലോക്കിനെ പറ്റി അവർക്കൊരു പ്രശ്നമില്ല. തമിഴ്നാട്ടിൽ അവർക്ക് ആ വോട്ട് കിട്ടി ജയിച്ച എംപിമാരെ ഉണ്ടാക്കാം. സീതാറാം യെച്ചൂരിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല, പ്രകാശ് കാരാട്ടിന് ഇപ്പോഴും ഉണ്ടാവില്ല, MA ബേബിക്ക് ഉണ്ടാവില്ല. നിർഭാഗ്യവശാൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനോ പാർട്ടിയുടെ സെക്രട്ടറി ബഹുമാനപ്പെട്ട ശ്രീ ഗോവിന്ദ മാഷക്കോ ഒക്കെ ഈ പ്രശ്നം ഉണ്ടാവും. അപ്പൊ അത് ഏറ്റവും പ്രധാനം ആണ്. നമ്മള് സത്യത്തിൽ ഇതൊരു ശരിക്കു പറഞ്ഞാൽ ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരമാണിത്. കാരണം നമ്മൾ എന്താണോ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നേടിയ പൗരാവകാശം മുഴുവൻ നഷ്ടപ്പെടുന്ന മട്ടിൽ ഇങ്ങനെ ലക്ഷക്കണക്കിന് വോട്ടിന്റെ കാര്യത്തിലാണ് ഈ കപടം കാണിച്ചുള്ളത്. രാഹുൽ ഗാന്ധി പറഞ്ഞത് ശരിയാണെന്ന് എനിക്കെങ്ങനെ മനസ്സിലായി ഞാൻ പറയാം. ഇലക്ഷൻ കമ്മീഷൻ മര്യാദയ്ക്ക് മറുപടി പറയുന്നില്ല. അപ്പൊ വ്യക്തമായല്ലോ, മറുപടി പറഞ്ഞാൽ മതിയല്ലോ. അദ്ദേഹത്തെ പറ്റി പറഞ്ഞെന്താ, നിങ്ങളൊരു രേഖാമൂലം പരാതി തന്നില്ല. എങ്ങനെയുണ്ട്? ഇലക്ഷൻ കമ്മീഷൻ പറയാണ്, ഞങ്ങൾ മറുപടി പറയാം. അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞ കേസാണ് ഇത്, ഈ ജനാധിപത്യ രാഷ്ട്രത്തിൽ. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ജനാധിപത്യം ആവർത്തിക്കാണ്. ഒരു ഓട്ടക്കപ്പലിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് എന്ന് നമ്മളെയും മറ്റുള്ളവരെയും ഓർമ്മപ്പെടുത്തുന്ന ഗംഭീരമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് രാഹുൽ ഗാന്ധി തുടങ്ങി വെച്ചത്. ഞാൻ ആ സമരത്തിന്റെ കൂടെയാണ് എന്ന് പറയാനാണ് ഞാൻ വന്നത്.